അങ്ങനെയൊന്നും പറയല്ലേ. അല്ല രമേശ് ചേട്ടാ, എന്താ ഈ പറഞ്ഞ, ഞാൻ പറയാതിരിക്കോ? അല്ല, ഇതിപ്പോ അങ്ങനെ എടിപിടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് നടന്നു, അതുണ്ടായതേ. അങ്ങനെ ഒരു സാഹചര്യമായി പോയി. ഒന്നും പറയണ്ട. അല്ല, ഞാൻ പറയാണ്ടിരിക്കോ? അങ്ങനെ ഇപ്പൊ ഒരു കല്യാണം, നമ്മളിപ്പോ അങ്ങനെ ഒരു കല്യാണമൊക്കെ നടത്തണോ? അതല്ലല്ലോ. അതെ 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 അതെ. അതിപ്പോ അങ്ങനെയൊക്കെ അങ്ങോട്ട് ആയി, എന്താ ചെയ്യാ. ശരി ശരി, ആയിക്കോട്ടെ, സന്തോഷം. ആരെയാ നമ്മുടെ രമേശേട്ടനടാ, രാഘവേട്ടന്റെ. എന്താ ആൾക്കാര് വിചാരം ഞാൻ പ്രേമിച്ച് നടന്ന് കല്യാണം കഴിച്ചേക്കാന്നപ്പോ എന്തൊക്കെ കഥകൾ പറഞ്ഞു കേട്ടു. ഒരു കണക്കിന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്തപ്പോ ചെയ്യാ? ഇവരൊക്കെ കല്യാണം വിളിക്കാത്തതിന്റെ സങ്കടം പോയി പറഞ്ഞു. കല്യാണം എങ്ങനെയാ നടന്നത് എനിക്ക് വിഷയല്ല അറിയുന്നു. ഓരോ അവസ്ഥകള് ഒന്നും പറയണ്ട. എന്തപ്പോ നിങ്ങൾ രണ്ടാളും കൂടി വന്നേ? ഞങ്ങളൊരു കാര്യം അറിഞ്ഞല്ലോ. എന്ത് കാര്യം? അമ്മാവനും സാറാമ്മയും കൂടെ തമിഴ്നാട്ടില് വളക്കാപ്പന് പോകാനും ഉത്തമന് വാക്ക് കൊടുത്തില്ലേ? എന്താ നീ പറഞ്ഞു വരുന്നത് വിചാരിച്ചു ഞാൻ. എന്ത്? അത് പിന്നെ അവ അങ്ങനെ ഒരു അവിടുത്തെ ആചാരപ്രകാരം ഒന്നും എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറയുമ്പോ പിന്നെ എങ്ങനെയാ എതിർക്കുക? ചെക്കൻ്റെ ഓരോ കാര്യം. അപ്പൊ പോവാൻ ഉറപ്പിച്ചോ? പിന്നെ പോണ്ടേ? പിന്നെ ഒരു യാത്രയായി തമിഴ്നാട് വരെ. അല്ല കുട്ടിയെ, ഈ വളകാപ്പ് എന്താ സംഭവം? നിനക്ക് വല്ല പിടുത്തണ്ടോ? എനിക്കറിയാം. എന്റെ ഒരു ഫ്രണ്ടിനെ ചെന്നൈയിലെ കല്യാണം കഴിപ്പിച്ചു വിട്ടേക്കുന്നേ. അപ്പൊ അവളുടെ വളകാപ്പിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ എനിക്കറിയാം. ഈ വളകാപ്പിനൊക്കെ സമ്മതം കൊടുക്കാൻ അമ്മാവനെ എങ്ങനെ ധൈര്യം വന്നമ്മാവാ? അതിനെന്തിനാണ് പത്രപരത്ത് ധൈര്യം? അത് അവിടുത്തെ ആൾക്കാര് പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് സാറാമ്മയുടെ കയ്യിൽ കുറെ വളയും കൂടെ ഇടും, കഴിഞ്ഞില്ലേ? അല്ല, സാറാമ്മയുടെ കയ്യിൽ ഈ വളകള് വന്ന് വീഴാൻ കാരണക്കാരൻ അമ്മാവനാണല്ലോ. ഉത്തമൻ. അവനല്ലേ ഈ ചടങ്ങ് ഇപ്പൊ അവിടെ വെച്ചിട്ടുള്ളത്? അതല്ല, എന്നാലും അതിന്റെ മെയിൻ കാരണക്കാരൻ അമ്മാവനല്ലേ? ഇതൊന്നും ഇപ്പൊ നമ്മള് വേണമെന്ന് വിചാരിച്ച് ചെയ്യണല്ലോ പുണ്യെ. എങ്ങനെയൊക്കെ അങ്ങോട്ട് നടന്നു, അതന്നെ. അമ്മാവൻ എന്തൊക്കെയാ പറയണേ? എന്തേ? ഒരു ദൈവ നിശ്ചയം. എന്തായാലും അമ്മാവാ, ഉത്തമൻ ഇപ്പോഴേ കണക്കൂട്ടലൊക്കെ തുടങ്ങിട്ടോ. എന്താ ചെക്കൻ്റെ ഒരു കാര്യം? 6-7 മാസം കഴിഞ്ഞിട്ടൊരു കാര്യം അവൻ തന്നെ എന്നോട് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ തന്നെ അവൻ കണക്ക് കൂട്ടി നടക്കുക. അപ്പൊ 6-7 മാസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അല്ലേ? അത്രയുള്ളൂ. അപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്ത്? ഒന്നും അറിയാത്ത പോലെ. അമ്മാവാ, അമ്മാവനും അമ്മായും കൂടെ ഈ വളക്കാപ്പിന് പോണേലേ അമ്മക്ക് താല്പര്യക്കുറവുണ്ട് കേട്ടോ. അമ്മാവാ, അമ്മയുടെ താല്പര്യക്കുറവൊന്നും അമ്മാവൻ നോക്കണ്ട കേട്ടോ. ഈ കാര്യത്തിലേ ഞങ്ങള് ന്യൂ ജനറേഷന്റെ എല്ലാവിധ സപ്പോർട്ടും അമ്മാവനുണ്ടാവും. അതന്നെയാണ് ഇപ്പൊ എന്റെ ഒരു ധൈര്യം. ഉണ്ട ചോറിന് നന്ദി കാണിക്കാന്ന് വിചാരിച്ചാ മതി. എപ്പോഴേ ഈ ടാർപ്പോളെ പൊതിഞ്ഞോണ്ട് അതിന്റെ കണക്ക് പറയല്ലോ, അതിന്റെ പ്രത്യുപകാരമായിട്ട് കണ്ടാ മതി കേട്ടാ. അതിനിതൊന്നും പോരാ കേട്ടോ. ടാർപ്പാള അത് വേറെ അവിടെ മാറി കിടന്നോട്ടെ, അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. എന്തായാലേ അമ്മാവനിപ്പൊ കഞ്ഞി കുടിക്കാൻ വാ. കഞ്ഞിയൊന്നും വേണ്ട കുട്ടി, രാത്രി ഇനി കഞ്ഞിയൊന്നും കുടിക്കണ്ടെന്നാ സാറാമ്മ പറഞ്ഞിട്ടുള്ളത്. വല്ല ചപ്പാത്തിയോ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതി. അമ്പോ, 4 ചേരുവ കഞ്ഞി കുടിക്കുമ്പോഴേ അമ്മാവ ഇത്രയും കുടിക്കല്ലേന്ന് ഞാൻ പറയുമ്പോ ഇതുവരെ കേൾക്കാത്ത ആളാ. ഇപ്പൊ നോക്ക്, സാറമ്മ മേഡം പറഞ്ഞപ്പോഴേക്കും. അതേപോലെയാണോ അത്? സാറാമ്മ ഇപ്പൊ ഓരോ കാര്യങ്ങൾ പറയുമ്പോ ഞാനത് കേൾക്കണ്ടേ? ചേച്ചി ഈ സാഹചര്യത്തില് എന്തായാലും കേൾക്കണം. ഏത് സാഹചര്യത്തില്? അല്ല, വന്നിട്ടല്ലേ ഉള്ളൂ. പിന്നെ ഇപ്പൊ കഞ്ഞി കുടിക്കാൻ എനിക്ക് ആഗ്രഹമില്ലാണ്ടൊന്നല്ല. അതിപ്പോ സാറാമ്മ അറിയാണ്ട് എനിക്ക് കഞ്ഞിയൊക്കെ കുടിക്കാം, പക്ഷെ ഞാൻ കുടിക്കില്ല. എന്താ? ഇവിടെ പോയി പറയേ? അത് പറയും, ഉറപ്പായിട്ട് പറയും. ഞാനൊന്നും പറയൂല. ഞങ്ങൾക്ക് അറിയണ കാര്യമില്ല, അതാണ് ഞാനത് ചെയ്യാത്തത്. എനിക്ക് ചപ്പാത്തി മതി. ചപ്പാത്തി മതി. അപ്പൊ അമ്മാവൻ വാ, ചപ്പാത്തി. ഞാൻ വരാം, നിങ്ങളോട് നടന്നു. അതൊക്കെ ചിരിക്കാനാ? പതുക്കെ ചിരി മജീദേ. സീനകളും കേട്ടോണ്ട് വന്ന പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞാൻ അറിയാതെ കഥയെന്ന് പറഞ്ഞു പോയതാ. സത്യം പറഞ്ഞ നിങ്ങളുടെ ഈ കാര്യങ്ങൾക്ക് സീരിയസിക്ക് അറിയാം, അറിഞ്ഞൂടാത്തായിട്ട് ഭാവിക്കുന്നതാ. ഒന്ന് പോവാൻ
അല്ല ബലരാമേട്ടാ, ഈ കൊതിയെന്നോണം പറഞ്ഞിരുന്നതിന്റെ കൂട്ടത്തിലേ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എന്തുവാ? നമ്മുടെ ഉത്തമന് ഇവിടെ എന്തെയോ ചടങ്ങുകളൊക്കെ നടത്താൻ പോകുന്നു പറയുന്ന കേട്ടു. ചടങ്ങോ? ആ, എന്താ ചടങ്ങ്? അല്ല എന്തൊക്കെയോ ഇവിടെ പരിപാടികൾ പ്ലാൻ ചെയ്യുന്നതെന്ന് ഓ പറയും. അതോ? ആ. അതേ, ഇവിടെ നടക്കുന്ന ചടങ്ങുകളൊന്നും പോരാഞ്ഞിട്ട് അങ്ങ് തമിഴ്നാട്ടിൽ നടക്കുന്ന ചടങ്ങുകളൊക്കെ നടത്താൻ പോകുന്നു. ആണോ? ആ. സന്തോഷമുള്ള കാര്യമല്ലേ ബലരാമേട്ടാ. ഒരു കാര്യം ചെയ്യാം, ഉത്തമന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടേതായ രീതിയിൽ ഒരു ചടങ്ങ് കൂടെ ഇവിടെ നടത്താം. എന്താ മജീദിന് വേറെ ഒരു ജോലിയില്ലയോ? അത്യാവശ്യ ചടങ്ങുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. അതിനിടയ്ക്ക് പിന്നെ എന്തൊരു ചടങ്ങെന്തിനാ? ഈ വെറുതെ എന്തിനാ മജീദ കാശ് ചെലവാക്കുന്നേ? ശരി, എന്താ ബലരാമേട്ടാ, ഈ ചടങ്ങുകൾ എന്നൊക്കെ പറഞ്ഞ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ? അത് നമ്മൾ കാശ് നോക്കിയിട്ട് ഒരു കാര്യമില്ല. കാശില്ല എന്തെന്ന് അതിന്റെ ഒന്നും ഒരു കാര്യമില്ലെന്ന്. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ചടങ്ങിന്റെ പേരിൽ ഒരു മട്ടൻ ബിരിയാണി കഴിക്കുന്നോണ്ട് ബലരാമേട്ടന് വല്ല കുഴപ്പമുണ്ടോ? എനിക്കെന്താ പ്രശ്നം? ഇല്ലല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ പിന്നെ ചടങ്ങുകളൊക്കെ ചടങ്ങിന്റെ രീതിക്ക് നടക്കട്ടെ. എന്താ? ആയിക്കോട്ടെ. പിന്നെ മറ്റോ എന്താ കാര്യം? നമ്മൾ നേരത്തെ പറഞ്ഞോണ്ട് ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞെന്ന് വിചാരിച്ചു. ഒന്ന് പോകുമ്പോ ചെയ്തേ ഒന്ന് പറ ബലരാമേ. ചുമ്മാ ഇതൊന്ന് കേൾക്കാൻ രസമുണ്ട്, പറയാ. എന്താ രസമാ? പറ ബലരാമേ. ഇമ്മാരി മജീദേ ഞാൻ പറഞ്ഞു. അത് പിന്നെ ഒന്നുമില്ല, ഒന്നുമില്ല. സന്തോഷം, റെഡി ആയല്ലോ. ഉത്തമൻ നടത്തുന്ന വളകാപ്പി അടം കൂടെ കഴിഞ്ഞിട്ട് വരാന്ന് വെച്ച് ഇന്നായിരുന്നു. പക്ഷെ അതിന് 5-6 മാസം കൂടെ കഴിയുമെന്നിക്കാ. ആണോ? എന്നാ അത് കഴിഞ്ഞിട്ട് വന്നാ മതിയായിരുന്നല്ലോ. ഒട്ടും ധൃതിയില്ലായിരുന്നു. കണ്ട വാപ്പയ്ക്ക് ധൃതിയില്ലായിരുന്നെന്ന്. എന്നാ പിന്നെ ഉമ്മ പോണ്ടമ്മ. എന്നാ പിന്നെ വരണ്ടല്ലേ. എന്റെ സുലു, നീ ആ വീട്ടിൽ നിന്ന് പോന്നിട്ട് എത്ര ദിവസമായെന്ന് അറിയാവോ? ഓ, ഞാനതൊന്നും അന്വേഷിക്കാറില്ല. അന്വേഷിക്കാറില്ലെന്ന് അയലൊക്കെക്കാരൊക്കെ എന്നോടൊന്ന് ചോദിക്കുന്നു, നിന്നെ കാണാഞ്ഞിട്ട് ഞാൻ നിന്നെ ഉപേക്ഷിച്ചോന്ന്. അയൽവക്കക്കാരുടെ ഒരു കാര്യം അന്വേഷിക്കാനും ഞാൻ പോവാറില്ലല്ലോ. പിന്നെ എന്തിനാ എന്റെ കാര്യങ്ങളൊക്കെ അവരന്വേഷിക്കുന്നത്? ഓ, അപ്പൊ നമ്മളും അവരുടെ കാര്യങ്ങളൊന്നും ഇടപെടാൻ പാടില്ല അല്ലേ? ഇടപെടണ്ട. നമ്മുടെ തെക്കയിലെ ശുക്കൂർ ഗൾഫിൽ തിരിച്ചു പോയായിരുന്നോ? ആ, അവൻ മിനിഞ്ഞാന്നേ അവന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ടോ? ആ, അവൻ തിരിച്ചു പോകത്തില്ല. അവന്റെ വിസയൊക്കെ ക്യാൻസൽ ചെയ്ത് അവനെ അവിടുന്ന് പറഞ്ഞു വിട്ടു എന്നാ ഞാൻ കേട്ടത്. ആണല്ലേ? ഉമ്മ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് കൊറേ ദിവസം ആയതുകൊണ്ടേ ഇനി അവിടെ ചെല്ലുമ്പോ നല്ല തിരക്കായിരിക്കും അല്ലേ? പിന്നെ ഇല്ല, ഇനി ഒന്നേന്ന് തുടങ്ങണം. ജാനകി വരാറുണ്ടോ? പിന്നെ ദിവസവും വൈകുന്നേരം വന്ന് നമ്മുടെ വേലിക്ക് വന്ന് നിന്നിട്ട് നിന്നെ അന്വേഷിക്കും. നീ വന്നോന്ന് ചോദിക്കും. വന്നില്ല എന്ന് പറയുമ്പോ ഇനി വഴക്കൂടാൻ പറ്റൂലല്ലോ എന്ന് ആലോചിച്ച് കണ്ണ് നിറഞ്ഞ് തിരിച്ചു പോകും. പാവോ അല്ലേ? ചെന്ന ഉടനെ ആദ്യം ഞാൻ ജാനകിയോട് വഴക്കിടും. സുലുവേ, ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ അവിടെ ചെന്ന് അതേപടി പറയല്ലേ. ബലരാമേട്ടൻ എന്നെ അങ്ങനാണോ കരുതിയിരിക്കുന്നത്? അയ്യോ, അങ്ങനെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു കഥ നമുക്ക് പുറത്തു പറയാൻ കൊള്ളാവുന്ന ഉണ്ടോ? അവിഹിത ഗർഭം ഉണ്ടാക്കിയ നാറിയ കഥകളൊക്കെ ഞാൻ എങ്ങനെ പുറത്തു പറയാമെന്നാ ബലരാമേട്ടൻ പറയുന്നത്? ഇതിപ്പോ വേറെ വല്ല കുടുംബത്തിലും നടന്ന കഥയായിരുന്നെങ്കിൽ ഞാനിത് മസാലയൊക്കെ ചേർത്ത് ഞാനങ്ങ് തകർത്തേനെ. പക്ഷെ ഇത് സ്വന്തം കുടുംബത്തിലല്ലേ, സ്വന്തം പല്ലിന്റെ അട കുത്തി മണപ്പിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാനിത് ആരോടും മിണ്ടത്തില്ല. മിണ്ടാൻ കൊള്ളത്തില്ല ബലരാമേട്ട. പിന്നെ ഞാൻ പുതിയൊരു കഥയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജാനകിയോട് പറയാനേ, നമ്മുടെ പങ്കിമാമനെ ഡൽഹിയിൽ നിന്ന് ഒരാലോചന വന്നു പറയും. എന്നിട്ട് നമ്മളെല്ലാരോടും നിർബന്ധിച്ചിട്ട് സാറാമ്മ മേഡത്തിനെ കല്യാണം കഴിപ്പിച്ചു എന്നും പറയും. പക്ഷെ ഇനി ഗർഭത്തിന്റെ കാര്യത്തിലൊരു ഡൗട്ട് അടിക്കും. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്നറിയാം, 7-ാം മാസത്തിൽ സാറാമ്മ മേഡം ഒന്ന് പ്രസവിച്ചു എന്ന് പറയും. അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ, വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിക്കാറില്ലേ? അപ്പൊ അങ്ങനെ 7-ാം മാസത്തിൽ പ്രസവിച്ചു എന്നങ്ങ് പറയാം. അങ്ങനെ ഒരു വലിയ കഥയൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ ബലരാമേട്ട? അതായിരിക്കും നല്ലത്. എന്തൊക്കെ ഇത്ര ധൃതി? മോടെടുത്തല്ലേ നിക്കുന്നേ? അത് തന്നെയല്ലേ ബലരാമേട്ടൻ്റെ അടുത്ത് ഇച്ചിരൂടെ ഒക്കെ വർത്താനം പറഞ്ഞിട്ട് പോവാം. വേണ്ട സുലു, നമുക്ക് പോകാം. എന്നാ പിന്നെ പോയേക്കാം അല്ലേ? ബലരാമേട്ട, ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണേ. ശ്രദ്ധിച്ചോളാം. നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ബലരാമേട്ടൻ ആരോഗ്യം വീണോ? എന്നാ ഇറങ്ങിയോട്ടെ. പോട്ടെ മോളെ. ശരി ശരി. ഷൈന, ശരി. വായിക്കേ.
നാത്തൂന് എവിടെ പോയി? ഏത് നാത്തൂനാ? ബാലാമണി നാത്തൂനാണോ സാറാമ്മ നാത്തൂനാണോ? എടി സാറാമ്മയുടെ കാര്യം ചോദിച്ചേ, അവളുടെ കാര്യമല്ലേ ഇപ്പൊ പ്രധാനം. ആ സാറാമ്മ ആണെങ്കിൽ നടക്കാൻ പോയി. നടക്കാൻ പോവേ? ആ നടക്കാൻ പോയി. എനിപ്പോ എന്താ കുഴപ്പം? എടി 1 മാസല്ലേ ആയിട്ടുള്ളൂ, ഈ സമയത്ത് നടക്കാൻ പോവാൻ പാടുണ്ടാ? അതിനിപ്പോ എന്താമ്മേ? എടി പോകുന്ന കാണുമ്പോ നിനക്കൊന്ന് പറയാറുന്നില്ലേ വേണ്ടാന്ന്? അല്ല അമ്മായി സ്ഥിരം നടക്കാൻ പോവാറുള്ളതല്ലേ, അപ്പൊ പിന്നെ ഞാൻ എന്ത് പറയാനാ? അതുപോലെയാണോ ഇപ്പൊ വളരെ സൂക്ഷിക്കേണ്ട സമയല്ലേ? എനിക്കറിയാവോ അതൊക്കെ? അതെന്താ അറിയാണ്ട്? കുമാരിയുടെ സമയത്ത് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ? എന്റെ അമ്മ അത് 1 കൊല്ലായില്ല, ഞാൻ അതൊക്കെ മറന്നുപോയി. പിന്നെ മറന്നു പോണ്? എന്താ ഇത്ര വേഗം മറന്നു പോവാനായിട്ട്? അല്ല ഈ വഴക്ക് പറയുന്ന സമയത്ത് അമ്മക്ക് രാവിലെ എണീറ്റ് നോക്കിക്കൂടായിരുന്നു അവര് പോകുന്നുണ്ടോ ഇല്ലയോന്ന്? ആ എന്തെങ്കിലും പറഞ്ഞ ഉടനെ തർക്കുത്തരം പറയാൻ നിന്നോ? അല്ലെങ്കിൽ എല്ലായിടത്തും എന്റെ കണ്ണെത്തണമല്ലോ. അല്ല പിന്നെ എന്തിനാ അമ്മ എന്റെ മെക്കിട്ട് കയറുന്ന അവര് നടക്കാൻ പോയാന്? നീയേ മിണ്ടാണ്ട് നിന്റെ പണി നോക്ക്, അവളിങ്ങോട്ട് വരട്ടെ. അമ്മായി വരുമ്പോ വെറുതെ വഴക്കുണ്ടാക്കാൻ നിക്കരുത് കേട്ടോ. അത് ഞാൻ നോക്കിക്കോളാം. ചേട്ടാ ഈ അമ്മയുടെ ഒരു കാര്യം, രാവിലെ ഒക്കെ വഴക്കുണ്ടാക്കാൻ വേണ്ടി നിക്കുവാ. നീ പോടി അവിടുന്ന്. അയ്യോ എന്തൊക്കെയായി കാണിക്കണേ? സാറാമ്മേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നാത്തൂനെ. ഗുഡ് മോർണിംഗ് ഷൈന. ഗുഡ് മോർണിംഗ് അമ്മായി. ഈ ചെയ്തത് തീരെ ശരിയായില്ല കേട്ടോ. പൊതുവെ രാവിലെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ് പറയുന്നത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നാത്തൂൻ എന്നോട് തിരിച്ചു ഗുഡ് മോർണിംഗ് പറയുന്നത് വളരെ മോശമായി പോയി. അയ്യോ ഗുഡ് മോർണിംഗിന്റെ കാര്യമല്ല, പിന്നെ ഈ സമയത്ത് നടക്കാൻ പോയത് ശരിയായില്ലെന്നാ പറഞ്ഞത്. ഈ സമയത്തല്ലാതെ പിന്നെ എപ്പോഴാണ് നടക്കാൻ പോകുന്നത്? സാധാരണ എല്ലാവരും രാവിലെയാണ് നടക്കാൻ പോവാറ്. ഇവിടെ എങ്ങനെ ഉച്ചയ്ക്കാണോ പോകുന്നത്? അമ്മായി അമ്മ പറയുന്നതേ ഈ സമയത്ത് ശ്രദ്ധിക്കണം എന്നാ. ഒരു നാത്തൂന്റെ കരുതൽ എന്ന നിലയ്ക്ക് രാവിലത്തെ ഈ നടത്തം ഒഴിവാക്കണം എന്നാ അമ്മ ഉദ്ദേശിച്ചേ. ഓഹോ അത് നാത്തൂൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടോ. അതാണ്. പണ്ടെപ്പോഴും രാവിലെ നടക്കാൻ പോയപ്പോ എന്നെ പട്ടി കടിച്ചു എന്ന് വെച്ച് എപ്പോഴും എന്നെ പട്ടി കടിക്കണമെന്നുണ്ടോ? ഞാനതല്ല ഉദ്ദേശിച്ചത്, രാവിലത്തെ ഈ നടത്തം ഒഴിവാക്കണമെന്നാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? അതൊന്നും എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. അതെന്താ അങ്ങനെ? രാവിലെ ഉള്ള എന്റെ ശീലമാണ്, വർഷങ്ങളായിട്ടുള്ള എന്റെ ശീലമാണ്. അത് ഒഴിവാക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിലേ ഇവിടെ രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ നടക്കാൻ പോകുന്നതിന്റെ ദൂരം അളവും പരിധിയും നിശ്ചയിക്കേണ്ട ആളെ നാത്തൂനല്ല ഞാനാണ്. ഇടയ്ക്ക് പരിധി നിശ്ചയിച്ചോണ്ടേ ആകാശം ഇടിഞ്ഞ് വീഴത്തൊന്നുമില്ല. പക്ഷെ ഇതെന്തൊരു കഷ്ടമാണ്. എന്റെ സ്വാതന്ത്ര്യത്തിൽ കൈയടത്താൻ ഞാൻ ആരെ അനുവദിക്കത്തില്ല കേട്ടോ. ഞാൻ ആരുടെ സ്വാതന്ത്ര്യത്തിന് കൈയടത്തിയത്? അതെ നിർത്ത്. നിങ്ങൾ ഇനി പറഞ്ഞു കാട് കയറി പോകണ്ട. പിന്നെ ഈ കാണിക്കുന്ന എന്തുവാണ്? അമ്മായി ജോഗിങ് ഒക്കെ കഴിഞ്ഞ് വന്നതല്ലേ, അകത്തേന്ന് വിശ്രമിക്ക്. ഞാൻ രാവിലെ നടക്കാൻ പോകും. അതൊക്കെ നമുക്ക് നോക്കാം. അമ്മ ഇപ്പൊ ചെല്ല്. എടി കാര്യം പറഞ്ഞ് മനസ്സിലാകട്ടെ. എന്റെ അമ്മ എന്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കട്ടെ എന്നാണ് ഈ അത് പറഞ്ഞത്? ഞാൻ നിർത്താൻ പറഞ്ഞില്ലേ നിങ്ങളോട്? അമ്മായി ദയവ് ചെയ്ത് അകത്തേക്ക് പോ പ്ലീസ്. ചെല്ല്. നടക്കരുത് പോലും. അമ്മ എന്തിനാ രാവിലെ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നേ? എടി അവൾക്ക് വിവരമില്ലെങ്കിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഇങ്ങനാണോ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നേ? അമ്മ തന്നെയല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ള ഈ സമയത്ത് ഇവരുടെ ഒന്നും മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല എന്ന്. എന്നിട്ടിപ്പോ അതൊക്കെ മറന്നോ? അത് ശരിയാ. എന്നാ പിന്നെ സാവധാനം പറഞ്ഞ് മനസ്സിലാക്കാം. അങ്ങനെ മതി. ഇപ്പൊ അകത്തോട്ട് ചെല്ല്. വലിയൊരു ഭൂകമ്പം ഞാൻ ഒഴിവാക്കി വിട്ടെ. കീപ് ഇറ്റ് അപ്പ് ഷൈന, കീപ് ഇറ്റ് അപ്പ്. അറിയില്ല, എന്റെ സ്വഭാവം അറിയില്ല. കാണിച്ചു കൊടുക്ക. എന്താടി ഇങ്ങനെ തുറച്ചു നോക്കണേ? അമ്മയുടെ ദേഷ്യം ഇതുവരെ മാറിയില്ലേ? ഇല്ല. എന്റെ അമ്മ എന്തിനാ അമ്മായിയോട് അങ്ങനെയൊക്കെ പറയാൻ പോണേ? അവള് പറഞ്ഞു വർത്താനം നീയും കേട്ടതല്ലേ. അവളെ ഗർഭിണിയാണെന്നൊന്നും ഞാൻ നോക്കൂല, എന്റെ നല്ല സ്വഭാവം ഞാൻ കാണിക്കും. അമ്മയുടെ സ്വഭാവമൊക്കെ അമ്മായിക്ക് നന്നായിട്ട് അറിയാം. ഒന്നും കൂടി നന്നായിട്ട് അറിഞ്ഞോട്ടെ. എന്റെ അമ്മ എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നേ? ഞാനാണോ വഴക്കുണ്ടാക്കിയത്?
അമ്മയല്ലേ അപ്പൊ ദേഷ്യപ്പെട്ടത്? ജോഗിങ്ങിന് പോകണ്ട, അതിന് പോകണ്ട, ഇതിന് പോകണ്ടെന്നൊക്കെ പറഞ്ഞേ. എടി അവൾക്ക് ഞാൻ നല്ല കാര്യം പറഞ്ഞു കൊടുത്തതല്ലേ, അപ്പൊ അവളല്ലേ എന്നോട് ദേഷ്യപ്പെട്ടത്. അമ്മ അത് പറയേണ്ട പോലെ പറയണം, അല്ലാതെ ഇങ്ങനല്ല പറയണ്ടേ. അപ്പൊ പറയേണ്ട പോലെ പറയണം. നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. ഓ, എനിക്കറിയാം എങ്ങനെയാ പറയണ്ടേന്നൊക്കെ. അത് ഞാൻ കേട്ടു. തർക്കുത്തരം പറഞ്ഞോണ്ട് ഇന്നോ രാവിലെ തന്നെ. ഓ, ഞാൻ ഒന്നും പറയുന്നില്ല. എന്താടി? എന്റെ പൊന്നേച്ചി ഒന്നുമില്ല. നമ്മുടെ അമ്മായിയുടെ ഗർഭകാല ആരോഗ്യ സംരക്ഷണത്തിന്റെ പേരിൽ ഈ നിൽക്കുന്ന അമ്മയും അമ്മായിയും തമ്മിൽ പൊരിഞ്ഞ അടിയായിരുന്നു. എന്നിട്ട് പറ്റിയോ? എനിക്കൊന്നും പറ്റിയൊന്നുമില്ല. അല്ല, അമ്മായിക്ക് എന്തേ പറ്റിയോന്ന്? അമ്മായിക്ക് ഒന്നും പറ്റിയില്ല. ഞാൻ സമയത്തിന് ഇടപെട്ടോണ്ടേ അമ്മയുടെ ആക്രമണത്തിൽ നിന്ന് അമ്മായി രക്ഷപ്പെട്ടു. അയ്യോടി, ആക്രമിക്കാൻ ഞാനാരാ? വന്യമൃഗോ? അമ്മ ദേഷ്യപ്പെടലേ ഒരു കാര്യം ഞാൻ പറയാം. ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ട് എനിക്കും. നിന്റെയൊക്കെ ഈ സ്വഭാവം കാരണ ആ സാറാമ്മയ്ക്ക് എന്നൊരു വിലയില്ലാത്തത്. എന്റെ അമ്മ എന്തിനാ വെറുതെ ഇങ്ങനെ വഴക്കൂടാൻ പോണേ? അവരൊരു ഗർഭിണിയാണെന്ന് വിചാരിക്കണ്ടേ? ഗർഭിണിയാന്ന് വിചാരിച്ചോണ്ടാ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. ഇനി ആ സൗജന്യം അവൾ എന്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കണ്ട. അമ്മ, ഞാൻ ഒരു കാര്യം പറയാം. വഴക്കിടുമ്പോ ആലോചിച്ചോണം പങ്ക്യാമ്മന്റെ കുഞ്ഞ് അവരുടെ വയറ്റിൽ വളരുന്നതെന്ന്. എടി, ആ വിചാരം എനിക്ക് മാത്രം പോരാ, അത് പങ്കിക്കും വേണം, അവൾക്കും വേണം. ഞാൻ പറയുന്നത് അവൾക്കൊന്ന് അനുസരിച്ചാൽ എന്താ? എന്റെ പൊന്നമ്മ, അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെ ആരും പറഞ്ഞ കേക്കണ കൂട്ടത്തിലൊന്നും അല്ല അവര്. പിന്നെ അമ്മ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാനൊന്നും പോകണ്ട. അവര് കരാട്ടെയോ കുങ്ഫോ എന്തൊക്കെയാ പറന്നടിച്ചിട്ടല്ലോ അമ്മ വീണ് കിടക്കും. അവള് കരാട്ടെയാണെങ്കിലേ ഞാൻ പഴയ കളരിയാ. ശരിക്കും? അതെ, ആ ശങ്കളരിയില് തറാപറ പഠിക്കാൻ പോയിണ്ടേ. ഒന്ന് പോടി അവിടുന്ന്. അമ്മ ഇങ്ങനെ അമ്മായിയോട് ബലം പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. സാറാമ്മയെ ജീവിതം തന്നെ പോരാട്ടമാക്കിയ സ്ത്രീയാ. അവർക്ക് ഈ പ്രസവം എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ള കാര്യമൊന്നും ആയിരിക്കൂല. അമ്മ, ഈ സാധാരണ സ്ത്രീകൾക്കാണ് ഗർഭിണിയാവുമ്പോ എല്ലാം ചെയ്യാൻ 100 ആള് ചുറ്റും വേണം, വീട്ടിൽ കുത്തിയിരിക്കണം എന്നൊക്കെ. അവർക്കൊന്നും അതിന് സമയമില്ല. അത് അതിന്റെ വഴിക്ക് അങ്ങനെ നടന്നോളും. അതന്നെ അമ്മേ, സമരത്തിൽ മുദ്രാവാക്യം വിളിക്കുന്നതിനിടയിലെ ഓടിപ്പോയി പ്രസവിച്ചിട്ട് തിരിച്ചു വന്ന് അതേപോലെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരുപാട് സ്ത്രീകളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ അമ്മായിയുടെ പ്രസവം ഏകദേശം അതുപോലൊക്കെ തന്നെ ആയിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. അയ്യടി, അതെന്തായാലും നടക്കില്ല. എന്റെ പങ്കിയുടെ കുഞ്ഞിനെ അങ്ങനെ സമരത്തിന്റെ ഇടയിലും ജാഥയുടെ ഇടയിലും റോഡിന്റെ വക്കിലൊന്നും കിടന്ന് പ്രസവിക്കാൻ പറ്റില്ല. അതിനൊക്കെ കൃത്യമായ പ്രസവ സുരക്ഷ വേണം. അത് ഞാൻ നടപ്പിലാക്കും. അമ്മ അങ്ങനെ വാശി പിടിക്കാനൊന്നും പറ്റില്ല. നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. അയ്യോ, ആഗ്രഹിക്കാൻ പറ്റുന്ന നടത്തി ഞാൻ കാണിച്ചു തരാടി. ഭയങ്കര വാശിയില്ല. അമ്മ എന്തെങ്കിലും ആലോചിച്ചിരിക്കുന്നേ? ഞാൻ ആ സാറാമ്മയുടെ കാര്യം ആലോചിക്കായിരുന്നടി. ഒരു ഗർഭമുള്ള പെണ്ണ് പെരുമാറണ പോലെയാണോ അവള് പെരുമാറുന്നത്? ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണില്ല, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണില്ല. ഇതിപ്പോ എവിടെ ചെന്ന് എത്തുന്നു കണ്ടിട്ടാ. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. അമ്മ സമയം കിട്ടുമ്പോ സ്നേഹത്തോടെ ഒന്ന് അമ്മയോട് പറഞ്ഞാൽ മതി, അമ്മായി കേട്ടോളും. പിന്നെ അത് മാത്രല്ല, അമ്മയ്ക്ക് ഇതിനെപ്പറ്റി നല്ല ബോധവും വിവരവും ഒക്കെ ഉണ്ടാവും. പണ്ടത്തെ കാലത്തെ പോലൊന്നും അല്ല, ഇപ്പൊ എല്ലാവർക്കും ഇതിനെ കുറിച്ചൊക്കെ അറിയാം. എനിക്ക് തോന്നുന്നില്ല. അവളുടെ പെരുമാറ്റവും രീതികളും ഒന്നും ശരിയല്ല. എനിക്കേ ആ കുഞ്ഞിന്റെ കാര്യം ഓർത്തിട്ട് മനസ്സിന് ഒരു സമാധാനവും ഇല്ല. അമ്മ, ഞാൻ പറഞ്ഞില്ലേ, അമ്മക്ക് ഇത്ര വിഷമാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് സംസാരിച്ചാ മതി, അമ്മായി കേട്ടോളും. കേട്ടോ? ദൈവത്തിനറിയാം. ഇവിടെ ഇരിപ്പുണ്ട്. അമ്മായിയേ, എന്താടാ? നമ്മൾ ഈ ചടങ്ങ് നടത്തണ്ടല്ല, അത് നല്ല ചെലവാട്ടാ. കണക്ക് കൂട്ടിട്ട് എനിക്ക് എത്തും കിട്ടണല്ല. ഏത് ചടങ്ങിന്റെ കാര്യം നീ പറയുന്നത്? സാറമ്മയുടെ വളകാപ്പ് ചടങ്ങിന്റെ കാര്യം. ഞാനും മാമാവും കൂടെ ചടങ്ങിന് വേണ്ട കണക്കുകൾ ബഡ്ജറ്റ് ഇടായിരുന്നു. ചടങ്ങ് നടക്കുന്ന പന്തലിന്റെ ഫ്രണ്ടിൽ തന്നെ പങ്കിയമ്മാവന്റെയും സാറാമ്മയുടെയും വലിയ കട്ടൗട്ടർ വെക്കണം. അതിന് തന്നെ ഭയങ്കര കാശാവും. അത്ര കാശാവുമെങ്കിൽ പിന്നെ കട്ടൗട്ട് വേണ്ടാന്ന് വെച്ചാ പോരെ? അങ്ങനെ പറ്റില്ല. തമിഴ്നാട്ടിലൊരു ഫംഗ്ഷൻ നടക്കണമെങ്കിൽ അവർ കട്ടൗട്ട് നിർബന്ധമാണ്. കട്ടൗട്ട് ഇല്ലെങ്കിൽ ഫംഗ്ഷൻ ഇല്ല. ഇപ്പൊ നമ്മുടെ ഒരു തറവാടിത്തം അവിടെ കാണിക്കണമെങ്കിലേ ഒരു 100 അടി ഹൈറ്റ് ഉള്ള ഒരു കട്ടൗട്ട് തന്നെ വെക്കണം. 100 അടിയാ? അതാ പ്ലാൻ ചെയ്തേക്കണ അതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒരു ഹെലികോപ്റ്റർ നമ്മൾ വിളിക്കുന്നത്. ഈ 100 അടി ഹൈറ്റ് ഉള്ള കട്ടൗട്ടിന് നമ്മൾ പാലഭിഷേകം ചെയ്യണ്ടേ? ആര് കയറി ചെയ്യാനാ? അപ്പൊ ചെലവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹെലികോപ്റ്ററിന്റെ 3/4% പൈസ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. പിന്നെ വിജയ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏത് വിജയ്? ദളപതി വിജയ്, ചിന്ന ദളപതി.
സിനിമാ നടൻ വിജയ് ആ അദ്ദേഹമൊക്കെ വരും ഈ പരിപാടിക്ക്. ഇന്നലെ കൂടെ വിളിച്ച് ഞാൻ തലേദിവസം തന്നെ വരട്ടെ തേങ്ങ പിഴിയാനൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് ചോദിച്ചതാ. തേങ്ങ പിഴി വന്നിട്ട്. പിന്നെ തേങ്ങ പൊതിച്ചിട്ടല്ലേ പിഴിയാൻ പറ്റില്ല, ആദ്യം പൊതിക്കും. അയ്യോ അതാണ് പിന്നെ ചെറിയൊരു ഇച്ചിരി പൈസ നമ്മൾ കൊടുക്കണം. അത് പോകുമ്പോ ഡീസൽ അടിക്കാൻ 2500 കൊടുക്കണം. അത് കൊടുക്കണം, അല്ലേ മോശമാ. ഈ അമ്മ എന്താ മിണ്ടാണ്ടിരിക്കണത്? എന്റെ ഉത്തമ ഞാൻ എന്ത് പറയാനാ, ആ സാറാമ്മയുടെ ഓരോ പ്രവർത്തികൾ കാണുമ്പോഴേ ഇത് 10 മാസം തേക്കുമെന്ന് സംശയ. എന്നിട്ടല്ലേ ചടങ്ങ് നടത്തുന്നത്, അതുകൊണ്ട് അതൊക്കെ പിന്നെ തീരുമാനിക്കാം. അത് പറഞ്ഞ ശരിയാവില്ല, പരിപാടി നടത്തണം. ഞാൻ അമ്മ എന്റെ നേരത്തെ പറഞ്ഞല്ലേ, ഞാൻ എല്ലാവർക്കും അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. അല്ലുത്തമേട്ട ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 6-7 മാസം കഴിഞ്ഞുള്ള പരിപാടിക്ക് എന്തിനാ ഇപ്പഴും അഡ്വാൻസ് കൊടുത്തേ? ഇതൊക്കെ ഒന്നും അറിയില്ല. അതെ, ഇവിടെ നടക്കുന്ന പരിപാടി പോലെ അല്ല. തമിഴ്നാട്ടിലൊരു പരിപാടിക്ക് പന്തലിടുക എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? ആരാ? സിനിമയിലെ ആർട്ട് ഡയറക്ടർമാരാ. ആണോ? നമ്മുടെ ഈ പരിപാടിക്ക് പന്തലിടുന്ന ആരെന്നറിയാമോ? ബാഹുബലിയിൽ ആർട്ട് വർക്ക് ചെയ്തില്ലേ, ആ ടീമാ വന്നെ.